അടുത്തതാണ് നമ്മുടെ ഓർത്തോഗണൽ യൂണിറ്റ് വെക്റ്റേഴ്സ്. ആരാണ് ഓർത്തോഗണൽ യൂണിറ്റ് വെക്റ്റേഴ്സ്? എന്താണ് ഓർത്തോഗണൽ യൂണിറ്റ് വെക്റ്റേഴ്സ്? നമ്മൾ നേരത്തെ AX i ക്യാപ്പ് പ്ലസ് AY j ക്യാപ്പ് പ്ലസ് AZ k ക്യാപ്പ് എന്ന് പറഞ്ഞ ഓർമ്മയുണ്ട്. സോ ഞാൻ അന്നേരം പറഞ്ഞു XYZ ഈ ആക്സിസിലെ യൂണിറ്റ് വെക്റ്റേഴ്സ് ആണെന്ത് IJK എന്ന് പറയുന്നത്. നോക്കൂ XYJ ഈ ആക്സിസിലെ ഈ കോർഡിനേറ്റ്സിലെ യൂണിറ്റ് വെക്റ്റേഴ്സ് ആണെന്ത് ഈ നമ്മുടെ I ക്യാപ്പും J ക്യാപ്പും K ക്യാപ്പും ഒക്കെ. ഓക്കെ, എന്താണ് ഓർത്തോഗണൽ? ദ യൂണിറ്റ് വെക്റ്റേഴ്സ് എലോങ് ദ ഡയറക്ഷൻ ഓഫ് ഓർത്തോഗണൽ ആക്സിസ്. ഓർത്തോഗണൽ ആക്സിസ് എന്ന് പറയുന്നത് നമ്മുടെ X ആക്സിസ്, Y ആക്സിസ്, Z ആക്സിസ്, ഇവനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഓർത്തോഗണൽ ആക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, യൂണിറ്റ് വെക്റ്റേഴ്സ് എലോങ് ദ ഡയറക്ഷൻ ഓഫ് ഓർത്തോഗണൽ ആക്സിസ്. ഓക്കെ, അതാണെന്ത് ഓർത്തോഗണൽ യൂണിറ്റ് വെക്റ്റേഴ്സ്. X ആക്സിസ്, Y ആക്സിസ്, Z ആക്സിസ് ആണെന്ത് ഓർത്തോഗണൽ യൂണിറ്റ് വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. യൂണിറ്റ് വെക്റ്റേഴ്സ് ഇതിനെ ഇങ്ങനെ റിപ്രസെൻ്റ് ചെയ്യുന്നതിന് പകരം ഞാൻ I ക്യാപ്പ് J ക്യാപ്പും K ക്യാപ്പും ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഓർത്തോഗണൽ യൂണിറ്റ് വെക്റ്റേഴ്സ്. ഈ XYZ ഇവയ്ക്ക് എലോങ് ആയിട്ടുള്ള യൂണിറ്റ് വെക്റ്റേഴ്സ് ആണെന്ത് ഓർത്തോഗണൽ യൂണിറ്റ് വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓർത്തോഗണൽ ആക്സിസിന് അതാണ് XYZ ആണ് ഓർത്തോഗണൽ ആക്സിസ്. ഈ IJK ആണെന്ത് ഓർത്തോഗണൽ യൂണിറ്റ് വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ X ആക്സിസ് ആർ കോൾഡ് ഓർത്തോഗണൽ യൂണിറ്റ് വെക്റ്റേഴ്സ്. ദേ ആർ റെപ്രസെൻറ്റഡ് ബൈ I ക്യാപ്പ് J ക്യാപ്പ് K ക്യാപ്പ്. ഓക്കെ, മനസ്സിലായി. ഇതിന് പിന്നെ പ്രത്യേകിച്ച് ഫിഗറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഇത് മനസ്സിലാക്കി വെക്കുക. എന്താണ് ഓർത്തോഗണൽ യൂണിറ്റ് വെക്റ്റേഴ്സ്? XYZ ഇവയ്ക്ക് എലോങ് ആയിട്ടുള്ള യൂണിറ്റ് വെക്റ്റേഴ്സ് ആണെന്ത് ഓർത്തോഗണൽ യൂണിറ്റ് വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ XYZ ആക്സിസിനാണ് നമ്മൾ എന്ത് പറയുക ഓർത്തോഗണൽ ആക്സിസ് എന്ന് പറയുക. ഓക്കെ, സോ I ക്യാപ്പ് J ക്യാപ്പും K ക്യാപ്പ് ഇവയാണെന്ത് ഓർത്തോഗണൽ യൂണിറ്റ് വെക്റ്റേഴ്സ്. ഓക്കെ, അടുത്തതാണെന്ത് കോ ഇനീഷ്യൽ വെക്റ്റേഴ്സ്. എന്താണ് കോ ഇനീഷ്യൽ വെക്റ്റേഴ്സ്? ഇനീഷ്യൽ എന്ന് വെച്ചാൽ എന്താണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. രണ്ടാൾക്കും എന്തായിരിക്കും സെയിം ഇനീഷ്യൽ പോയിന്റ് ആയിരിക്കും. സ്റ്റാർട്ടിംഗ് പോയിന്റ് സെയിം ആയിരിക്കും. ഓക്കെ, ഒരേ പോയിന്റിൽ നിന്ന് രണ്ട് വെക്റ്റേഴ്സും സ്റ്റാർട്ട് ചെയ്യും. ഇവയാണെന്ത് കോ ഇനീഷ്യൽ വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. ദ വെക്റ്റേഴ്സ് ഹാവ് എ കോമൺ ഇനീഷ്യൽ പോയിന്റ് ആയിരിക്കും. ഇപ്പം നോക്കിയേ, എന്താണ് ഇവിടെ രണ്ടാൾക്കും എന്താണ് സെയിം ഇനീഷ്യൽ പോയിന്റ് ആണ് അല്ലേ. രണ്ടാളും എന്താണ് ഇവിടെ നിന്നാണ് ഈ ഒരു പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ രണ്ടാൾക്കും എന്താണ് സെയിം ഇനീഷ്യൽ പോയിന്റ് ആയിരിക്കും. സോ എന്ത് പറയാൻ പറ്റും എനിക്ക്? ബോത്ത് ഹാവ് എ സെയിം ഇനീഷ്യൽ പോയിന്റ് ആണ്. സോ ഇവ എന്താണ് കോ ഇനീഷ്യൽ വെക്റ്റേഴ്സ് ആണ് അല്ലേ. സോ ഇവ എന്താണ് കോ ഇനീഷ്യൽ വെക്റ്റേഴ്സ് ആണെന്ന് പറയാൻ പറ്റും. കൂടുതൽ ഇതിൽ ഒന്ന് പറയാമല്ലോ, വേറെ ഒന്ന് വരച്ചുതരാൻ വേണമെങ്കിൽ ഇതാണ് എൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് വിചാരിച്ചു. ഇത് രണ്ടെന്തായിരിക്കും ഒരു കോ ഇനീഷ്യൽ ആയിരിക്കും. ഇവ രണ്ടെന്തായിരിക്കും ഒരു കോ ഇനീഷ്യൽ ആയിരിക്കും. കാരണം ഇവയ്ക്ക് രണ്ടും എന്താണ് സെയിം ഇനീഷ്യൽ പോയിന്റ് ആണ്. ഓക്കെ, ഈ കോ പ്ലാനാർ വെക്റ്റേഴ്സ്. കോ ഇനീഷ്യൽ എന്താണ് സെയിം ഇനീഷ്യൽ പോയിന്റ്. സോ കോ പ്ലാനാർ എന്ന് വെച്ചാൽ എന്തായിരിക്കും സെയിം പ്ലെയിനിലുള്ളവ അല്ലേ. സെയിം പ്ലെയിനിലുള്ള വെക്റ്റേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക കോ പ്ലാനാർ വെക്റ്റേഴ്സ് എന്ന് പറയാം. വെക്റ്റേഴ്സ് ലൈങ് ഇൻ ദ സെയിം പ്ലെയിൻ ആർ കോൾഡ് കോ പ്ലാനാർ വെക്റ്റേഴ്സ്. സെയിം പ്ലെയിനിലുള്ള ആൾക്കാരാണെന്ത് കോ പ്ലാനാർ വെക്റ്റേഴ്സ്. നോക്കിയേ, XYZ എന്ന് നമ്മുടെ ആക്സിസിന് പേര് കൊടുത്തു. സോ ഇതെന്താണ് XZ ആക്സിസിലുള്ള വെക്റ്റേഴ്സ് ആണെന്ത് ഈ കാണുന്നതൊക്കെ XZ ആക്സിസിലുള്ള ആൾക്കാരാണ്. സോ ഇവയൊക്കെ എന്താണ് കോ പ്ലാനാർ വെക്റ്റേഴ്സ് ആണ്. സെയിം പ്ലെയിനിൽ XZ എന്ന് പറഞ്ഞ പ്ലെയിനിലുള്ള ആൾക്കാരാണ് ഈ വെക്റ്റേഴ്സ് ഒക്കെ. സോ V1 V2 V3 എന്ന് പറയുന്നതായിരിക്കും കോ പ്ലാനാർ വെക്റ്റേഴ്സ് ആയിരിക്കും. ഇനി വേറെ ഒന്ന് വരയ്ക്കുകയാണെങ്കിൽ ആക്സിസ് വരച്ചു, കാണുന്നുണ്ടോ? ആക്സിസ് വരച്ചു, XZ Y. നമുക്ക് ആക്സിസ് നമുക്ക് ഇങ്ങനെ വേണേൽ പേരെടുക്കാം കേട്ടോ. അതൊന്നൊരു മൂന്നും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പേരൊക്കെ എങ്ങനെ വേണേൽ എടുക്കാം. ഇനി ഇവയ്ക്ക് ഞാൻ ഇവയൊക്കെ എന്താണ് കോപ്ലാനാർ വെക്റ്റേഴ്സ് ആണോ? പറയൂ, ഇത് കോപ്ലാനാർ വെക്റ്റേഴ്സ് ആണോ? പറഞ്ഞേ. യെസ്, കാരണം ഇവ എന്താണ് ഈ 4 എണ്ണം XY പ്ലെയിനിലാണുള്ളത് അല്ലേ. ഈ 4 എണ്ണം എന്താണ് XY പ്ലെയിനിലാണുള്ളത്. സോ ഇവ 4ഉം സെയിം പ്ലെയിനിലാണുള്ളത്. അതുകൊണ്ട് ഇവ എന്താണ് കോപ്ലാനാർ വെക്റ്റേഴ്സ് ആണ്. നെക്സ്റ്റ് വരയ്ക്കാം. ഇവിടെ വരച്ചോട്ടെ. ഇത് കോപ്ലാനാർ ആണ്.
എക്സ് വൈ സെറ്റ്. ഇത് കോപ്ലാനാർ വെക്ടേഴ്സ് ആണോ? പറഞ്ഞേ. ഈ V1 V2 V3 എന്ന് പറയുന്നത് കോപ്ലാനാർ വെക്ടേഴ്സ് ആണോ? അല്ല. കാരണം മൂന്ന് എന്താണ് ഇതിലാണുള്ളത് അല്ലേ, പ്ലെയിനിലാണുള്ളത്. സോ ഇവ എന്താണ്? കോപ്ലാനാർ വെക്ടേഴ്സ് അല്ല. ഈ രണ്ടും കൂടി എടുത്തിട്ട് ഈ എക്സ് വൈ സെഡിലേക്ക് കൊണ്ടുവെക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതെന്തായിട്ട് മാറി? കോപ്ലാനാർ വെക്ടേഴ്സ് ആയിട്ട് മാറി. ഓക്കെ. സെയിം പ്ലെയിനിലാണ് ഉള്ളതെങ്കിൽ ആ വെക്ടേഴ്സ് ആണെന്ത്? കോപ്ലാനാർ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കോ ഇനീഷ്യൽ വെക്ടേഴ്സ് എന്ന് വെച്ചാൽ സെയിം ഇനീഷ്യൽ പോയിന്റ് ആയിരിക്കും അതിനുണ്ടാവുക. ഒരു വെക്ടർ, രണ്ട് വെക്ടേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെയിം ഇനീഷ്യൽ പോയിന്റ് ആണെങ്കിൽ അതാണെന്ത്? കോ ഇനീഷ്യൽ വെക്ടേഴ്സ്. ഇനി കുറേ വെക്ടേഴ്സ്, അതായത് രണ്ട് കൂടുതൽ അല്ലെങ്കിൽ രണ്ട് വെക്ടേഴ്സ് സെയിം പ്ലെയിനിലാണുള്ളതെന്ന് വിചാരിച്ചോ. അത്തരത്തിലുള്ള വെക്ടേഴ്സ്, ആ വെക്ടേഴ്സ് ആണെന്ത്? കോ പ്ലാനാർ വെക്ടേഴ്സ്. സെയിം പ്ലെയിനിലാണെങ്കിൽ അവയാണെന്ത്? കോ പ്ലാനാർ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ലൈൻ സെയിം പ്ലെയിനിലായിരിക്കും. ഇനിയാണ് ആൻറ്റി പാരലൽ വെക്ടേഴ്സ്. എന്താണ് ആൻറ്റി പാരലൽ വെക്ടേഴ്സ്? പറഞ്ഞേ. ആൻറ്റി പാരലൽ എന്താണ്? പാരലൽ ആയിരിക്കില്ല. ടു വെക്ടേഴ്സ് ആർ സെഡ് ടു ബി ആൻറ്റി പാരലൽ ഇഫ് ദേ ആർ ട്രാവലിംഗ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ്. എങ്ങനെയാണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ, രണ്ട് വെക്ടേഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ അവയാണെന്ത്? ആൻറ്റി പാരലൽ വെക്ടേഴ്സ്. ഓക്കെ. എ ബി രണ്ട് വെക്ടേഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോവുകയാണ്. സോ ഇവ എന്താണ്? ആൻറ്റി പാരലൽ വെക്ടേഴ്സ് ആണ്. ഇവ എന്താണ്? ആൻറ്റി പാരലൽ വെക്ടേഴ്സ് ആണ്. ആൻറ്റി പാരലൽ വെക്ടേഴ്സ് അല്ല. കാരണം ഇവ രണ്ടും സെയിം ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. ഇവയ്ക്ക് മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആവണമെന്നൊന്നുമില്ല. മാഗ്നിറ്റ്യൂഡ് വേണേ ഈക്വൽ ആവാം, അല്ലെങ്കിൽ ഈക്വൽ ആയില്ലെങ്കിലും കുഴപ്പമില്ല. നോക്കിയേ, ഇത് എന്താണ്? എവിടെയും കണ്ടിട്ടുണ്ടോ ഈ ഫിഗർ? നിങ്ങൾ ഉണ്ടോ? ഇതിപ്പോൾ ഞാൻ വെക്ടർ എന്ന് എടുക്കുകയാണ്. നോക്കൂ, എവിടെയും കണ്ടിട്ടുണ്ടോ? യെസ്. നമ്മൾ പഠിച്ച എന്തായിരുന്നു ഇത്? നെഗറ്റീവ് വെക്ടർ. കാരണം ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്, സെയിം മാഗ്നിറ്റ്യൂഡാണ്. ഓക്കെ. സോ എന്താണ്? സെയിം ആവാം, സെയിം ആവാതിരിക്കാം, പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം. അത് മാത്രമേ ഒരു കണ്ടീഷനുള്ളൂ. അതാണ് ആൻറ്റി പാരലൽ വെക്ടേഴ്സ്. ഓക്കെ. മനസ്സിലായോ എന്താണ്? ഒന്നുകൂടി പറയാം. എന്താണ് ആൻറ്റി പാരലൽ വെക്ടേഴ്സ്? രണ്ട് വെക്ടേഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ അവ എന്താണ്? ആൻറ്റി പാരലൽ വെക്ടേഴ്സ് ആണ്. പക്ഷേ ഇവിടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആവണോ അല്ലയോ എന്നുള്ളത് അവരുടെ ഇഷ്ടം. ഓക്കെ. ആയാലും കുഴപ്പമില്ല, ആയില്ലെങ്കിലും കുഴപ്പമില്ല. ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണോ അത് ആൻറ്റി പാരലലാണ്. ഓക്കെ. കൊലീനിയർ വെക്ടേഴ്സ്. എന്താണ് കൊലീനിയർ വെക്ടേഴ്സ്? എന്താണ് കൊലീനിയർ വെക്ടേഴ്സ്? വെക്ടേഴ്സ് ഹാവ് ഈക്വൽ ഓർ അൺഈക്വൽ മാഗ്നിറ്റ്യൂഡ്സ്, ഈക്വൽ ആവാം അൺഈക്വൽ മാഗ്നിറ്റ്യൂഡ്സ്, ബട്ട് ആക്ടിങ് അലോങ് ദ സെയിം ഓർ എ ബി പാരലൽ ലൈൻസ്. എന്താണ്? പാരലൽ ആയിരിക്കണം. പരസ്പരം പാരലൽ ആയിട്ടുള്ള ഏതൊരു വെക്ടറിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? കൊലീനിയർ വെക്ടേഴ്സ് എന്ന് പറയാൻ പറ്റും. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നിങ്ങൾ വിഷയേ ചെയ്യേണ്ട. മാഗ്നിറ്റ്യൂഡ് എന്താണ്? വലുതാവാം, ചെറുതാവാം, അതൊന്നും കുഴപ്പമില്ല. എന്താണ്? ഇതൊരു കൊലീനിയർ വെക്ടറാണ്. ഇതൊരു കൊലീനിയർ വെക്ടറാണോ? അല്ല. കാരണം എന്താണ്? ഇതിൻ്റെ പാരലൽ അല്ലേ, ഇപ്പം തമ്മിൽ പാരലൽ അല്ല. സോ ഇതെന്താണ്? കൊലീനിയർ വെക്ടേഴ്സ് അല്ല. ഓക്കെ. എന്താണ് കൊലീനിയർ വെക്ടേഴ്സ്? മാഗ്നിറ്റ്യൂഡ് അൺഈക്വലോ ഈക്വലോ എന്തായാലും കുഴപ്പമില്ല, പരസ്പരം അവ എന്തായിരിക്കണം? പാരലൽ ആയിരിക്കണം. അതാണ് കൊലീനിയർ വെക്ടർ. സെയിം ആക്ടിങ് അലോങ് ദ സെയിം. ഓക്കെ. മാഗ്നിറ്റ്യൂഡ് ബട്ട് ആക്ടിങ് അലോങ് ദ സെയിം ഓർ എ ബി പാരലൽ ലൈൻസ്. ഉണ്ടോ? ഇവ രണ്ടും എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഡിഫറെൻ്റ് ആണ്, പക്ഷേ എന്താണ്? പാരലൽ ലൈൻസ് ആണ്. സോ ഇവ എന്താണ്? കൊലീനിയർ വെക്ടേഴ്സ് എന്ന് പറയാൻ പറ്റും. പാരലൽ ആയിരിക്കണം, പരസ്പരം പാരലൽ ആയിരിക്കണം. അവയാണ് കൊലീനിയർ വെക്ടേഴ്സ്. ആൻറ്റി പാരലൽ വെക്ടേഴ്സ് എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം. നോ മാറ്റർ വെദർ ദി മാഗ്നിറ്റ്യൂഡ്സ് ആർ ഈക്വൽ ഓർ അൺഈക്വൽ. ഓക്കെ. ഇത് പൊസിഷൻ വെക്ടേഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പൊസിഷൻ വെക്ടേഴ്സ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് പൊസിഷൻ വെക്ടേഴ്സ്? ഞാൻ ഒരു കോർഡിനേറ്റ്സ് വരയ്ക്കുകയാണ്. എക്സ് വൈ സെഡ് കോർഡിനേറ്റ്സ് വരച്ചു. ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്. അപ്പം ഈ പോയിന്റിലേക്ക് ഞാൻ എൻ്റെ ഒറിജിനിൽ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് വരച്ചു. കോർഡിനേറ്റ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എക്സ് വൈ സെഡ് ആണ്. ഒറിജിനാണ് എൻ്റെ. ഇതാണ് എന്തെൻ്റെ പൊസിഷൻ വെക്റ്റർ ആർ. പൊസിഷൻ വെക്റ്ററിന് നമ്മൾ ആർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യാറ്. സോ ഇതാണെന്ത്? എൻ്റെ പൊസിഷൻ വെക്റ്റർ. എന്താണ് പൊസിഷൻ വെക്റ്റർ? എ വെക്റ്റർ റെപ്രസെൻറ്റിംഗ് ദ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആൻഡ് ദി ഡയറക്ഷൻ ഓഫ് എനി പോയിന്റ് ഓർ ഒബ്ജക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ദി ഒറിജിൻ. ഒറിജിനെ അടിസ്ഥാനമാക്കി നമ്മൾ ഒരു പോയിന്റിൻ്റെ ഡയറക്ഷൻ എന്താണ്
ഡിസ്റ്റൻസ് സ്ട്രെയിറ്റ് ലൈൻ യൂസ് ചെയ്തിട്ട് വരയ്ക്കുകയാണെങ്കിൽ അതാണ് എന്ത് പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത്. ഇപ്പോൾ നോക്കിയേ, എക്സ് വൈ സെറ്റ്. എന്താണ് ഇത്? ഈ പൊസിഷൻ വെക്ടറാണ്. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഈ ഒരു പോയിന്റിൻ്റെ ഡയറക്ഷൻ മനസ്സിലാക്കാൻ, പൊസിഷൻ മനസ്സിലാക്കാൻ നമ്മൾ ഒറിജിനിൽ നിന്ന് ആ പോയിന്റിലേക്ക് ഒരു ഡിസ്റ്റൻസ്, സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് വരച്ചു. സോ ഇതെന്താണ്? ഒരു പൊസിഷൻ വെക്ടറാണ്. ആർ വെച്ച് ഡിനോട്ട് ചെയ്തു. സോ എന്താണ് പൊസിഷൻ വെക്ടർ എന്ന് മനസ്സിലായോ? എന്താണ്? എ വെക്ടർ റെപ്രസെൻറ്റിംഗ് ദ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആൻഡ് ദ ഡയറക്ഷൻ ഓഫ് എനി പോയിന്റ് ഓർ ഒബ്ജെക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ദ ടൈം ഇസ് കോൾഡ് പൊസിഷൻ വെക്ടർ. ഒന്നുമില്ല, ഒറിജിനിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്ത് പറയാം? പൊസിഷൻ വെക്ടർ എന്ന് പറയാം. പൊസിഷൻ വെക്ടർ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? യെസ്, ആ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ മനസ്സിലാക്കാൻ. ഓക്കെ, ഇനി മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ വെക്ടർ ബൈ എ റിയൽ നമ്പർ. എന്താണ്? എൻ്റെ കയ്യിലൊരു വെക്ടർ എ ഉണ്ട്. ഓക്കെ, എന്താണ്? ഒരു വെക്ടർ എ ഉണ്ട്. അതേപോലെ തന്നെ ഒരു റിയൽ നമ്പർ ഉണ്ട്. റിയൽ നമ്പർ എന്താണ്? 1 2 3. ഓക്കെ, എങ്ങനെ ഏതൊരു നമ്പർ. ഓക്കെ, ഒരു ലാംഡ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റിയൽ നമ്പർ ഉണ്ട് എൻ്റെ അടുത്ത്. എന്താണ്? ഇതിനെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാണ്. ഈ ലാംഡ ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഓക്കെ, ഏതും ആവാം. പോസിറ്റീവ് ആവാം അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം. നോമിനേറ്റർ ഈ വെക്ടർ എ ഞാൻ ലാംഡ റിയൽ നമ്പർ വെച്ചിട്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യണം. എനിക്കെന്താണ്? മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്കൊരു വെക്ടർ കിട്ടും. ആ വെക്ടർ ഞാൻ ബി എന്ന് വിളിക്കുകയാണ്. വെക്ടർ ബി. സോ എന്താണ്? എൻ്റെ അടുത്തൊരു വെക്ടർ എ ഉണ്ട്. ഞാനിതിനെന്താണ്? ലാംഡ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ലാംഡ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. സോ എനിക്ക് എന്താക്കി? ഒരു പുതിയൊരു വെക്ടർ കിട്ടി. ഇതാണെന്ത്? ലാംഡ വെക്ടർ എന്ന് പറയുന്നത്. എന്താണിത്? ബി എന്ന് പേര് കൊടുത്താൽ ഇതാണ് തന്നെ ലാംഡ വെക്ടർ. സോ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ വെക്ടർ എ ബൈ എ നമ്പർ ലാംഡ, ദെൻ ദ ന്യൂ വെക്ടർ ഈസ് ലാംഡ ടൈംസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഗിവൺ വെക്ടർ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ അടുത്തൊരു വെക്ടർ എ ഉണ്ട്. ഞാൻ 5 വെച്ച് ഈ വെക്ടർ എനെ മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ എനിക്ക് കിട്ടും എന്ത്? 5 വെക്ടർ എന്ന് കിട്ടും. ഈ വെക്ടർ എന്നെയും കാട്ടും 5 മടങ്ങ് വലുതായിരിക്കുമല്ലോ എന്ത്? എൻ്റെ 5 വെക്ടർ എന്ന് പറയുന്നത്. അതുതന്നെ ഈ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വെക്ടർ ഈസ് ലാംഡ ടൈംസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഗിവൺ വെക്ടർ. 5 ടൈംസ് വലുതായിരിക്കും നമ്മുടെ ആ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം എന്താ? ഒരു 2നെ ഞാൻ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചു. ഇതിപ്പം എൻ്റെ 2 മാഗ്നിറ്റ്യൂഡുള്ള ഒരു വെക്ടറാണ്. ഇതിന് ഞാൻ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. സോ എനിക്ക് എന്ത് കിട്ടി? 10 കിട്ടില്ലേ? 10 കിട്ടി. സോ ഇതെന്താണ്? ആ 5 മടങ്ങ്, ഈ 2നെയും കാട്ടും 5 മടങ്ങ് വലുതാണിത്. സോ 10 കിട്ടി. 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് 10 കിട്ടി. ഇതേപോലെ തന്നെ നമ്മൾ എൻ്റെ വെക്ടർ ഞാനൊരു റിയൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും എനിക്ക്? ലാംഡ വെക്ടർ എ എന്ന് പറഞ്ഞ് കിട്ടും. ലാംഡ വെക്ടർ എ ആൻഡ് ദ ഡയറക്ഷൻ ഈസ് സെയിം ആസ് ദ ഗിവൺ വെക്ടർ. എൻ്റെ വെക്ടർ എയുടെ സെയിം ഡയറക്ഷൻ തന്നെയായിരിക്കും ഇതിനും. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡ് ഇതാണെങ്കിൽ എൻ്റെ വെക്ടർ ബിയുടെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? എൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി പറഞ്ഞ എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി എന്താണ്? യെസ്, ലാംഡ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ. അതേ ഉള്ളൂ, ലാംഡ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ. മനസ്സിലായോ? ഓക്കെ, ഐ തിങ്ക് ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. എന്താണ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വെക്ടർ ബൈ എ റിയൽ നമ്പർ? ഒന്നുകൂടി പറയണോ? ഒന്നുകൂടി വേണേ ഒന്നുകൂടി ബ്രീഫായിട്ട് പറഞ്ഞുതരാം. ഒന്നുമില്ലടാ, ഞാൻ എന്താക്കുകയാണ്? എൻ്റെ വെക്ടറിന് ഞാൻ ഒരു റിയൽ നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. സാധാരണ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ. ഓക്കെ, നമ്മൾ നമ്പേഴ്സിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാറില്ലേ? അതേപോലെ തന്നെ എൻ്റെ വെക്ടറിനെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാണ്. ഓക്കെ, എൻ്റെ അടുത്തുള്ള വെക്ടർ എ ആണെന്ന് വെച്ചോ. എ ആണ് എൻ്റെ വെക്ടർ. ഈ വെക്ടർ ഞാൻ ലാംഡ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാണ്. ലാംഡ എന്ന് പറയുന്ന ഒരു റിയൽ നമ്പറാണ്. ഇതെന്താവാം? പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, നോ മാറ്റർ. ഞാൻ ഈ എനെ ലാംഡ തൽക്കാലം ഇപ്പം ഈ ലാംഡ പോസിറ്റീവായി എടുക്കുകയാണ്. പോസിറ്റീവ് ലാംഡ വെച്ച് ഞാൻ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ലാംഡ വെക്ടർ എ കിട്ടുമല്ലോ. ലാംഡ വെക്ടർ എ കിട്ടും. ഇതിന് ഞാൻ എന്താകും? ബി വെക്ടർ എന്ന് വിളിക്കുകയാണ്. സോ എൻ്റെ ബി വെക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ എ വെക്ടറിൻ്റെ ലാംഡ മടങ്ങായിരിക്കുമല്ലോ. ലാംഡ മടങ്ങായിരിക്കില്ലേ? എന്താണോ മനസ്സിലാവുന്നില്ലേ? 2 വെക്ടർ. ഓക്കെ, എൻ്റെ കയ്യിൽ 2 എന്ന് പറഞ്ഞൊരു വെക്ടർ ഉണ്ട്. ഇത് ഞാൻ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ എനിക്ക് കിട്ടുന്ന പുതിയ വെക്ടർ എന്ന് പറയുമ്പം 5 × 2 ആയിരിക്കും. ഈ 2വിനെയും കാട്ടും
5 മടങ്ങ് വലുതായിരിക്കും എന്ത് എൻ്റെ പുതിയ വെക്റ്റർ എന്ന് പറയുന്നത്. സോ 10. സോ അതേപോലെ തന്നെ ഞാൻ എന്താക്കണം, എൻ്റെ വെക്റ്റർ എനെ ലാംഡ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. സോ എനിക്ക് കിട്ടുന്ന പുതിയ വെക്റ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ആ ലാംഡ ടൈംസ് വലുതായിരിക്കും. ഓക്കെ, സോ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, എൻ്റെ വെക്റ്റർ ബിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ലാംഡ ഇൻറ്റു വെക്റ്റർ എയുടെ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. ഓക്കെ, ഇതെൻ്റെ പോസിറ്റീവിൻ്റെ കേസിൽ. ഇനി നെഗറ്റീവിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും, ലാംഡ നെഗറ്റീവ് ആണെന്ന് വെച്ചോ. ലാംഡ നെഗറ്റീവ് ആകുന്ന സമയത്ത് വെക്റ്റർ എ ഉണ്ട്, ഞാൻ അതിനെ മൈനസ് ലാംഡ, നെഗറ്റീവ് ലാംഡ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ എനിക്ക് എന്ത് കിട്ടും പറഞ്ഞേ, യെസ്, മൈനസ് ലാംഡ വെക്റ്റർ എ കിട്ടും അല്ലേ. അതായത് എന്ത് കിട്ടും, മൈനസ് ബി കിട്ടും. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും, മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും, മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ ബി ഈസ് ഈക്വൽ ടു മൈനസ് ലാംഡ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ എ. ഇങ്ങനെയായിരിക്കും. നോക്കൂ, ഇതെൻ്റെ വെക്റ്റർ എ ആണ്, ഞാൻ മൈനസ് ലാംഡ വെച്ച് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു. സോ എനിക്ക് കിട്ടുന്ന വെക്റ്റർ എന്തായിരിക്കും, മൈനസ് ലാംഡ വെക്റ്റർ എ ആയിരിക്കും. പക്ഷേ എന്താണ്, നെഗറ്റീവാണ്. സോ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിരിക്കും ഉണ്ടാവുക. ഡയറക്ഷൻ എന്തായിരിക്കും, ഓപ്പോസിറ്റ് ആയിട്ട് മാറും. മാഗ്നിറ്റ്യൂഡ് ഒക്കെ സെയിം ആയിരിക്കും, അല്ല സോറി, ലാംഡ മടങ്ങ് ആയിരിക്കും, പക്ഷേ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. മനസ്സിലായോ? ക്ലിയർ ആയിട്ടില്ല, ഒന്നുകൂടി പറഞ്ഞുതരാം. ഇതെൻ്റെ വെക്റ്റർ എ, ഇതെൻ്റെ ലാംഡ വെക്റ്റർ എ, ഇതെൻ്റെ ലാംഡ വെക്റ്റർ എ. ഒന്ന് കുറച്ചുകൂടി നീളം വെക്കാം, മനസ്സിലാവില്ല. ഇതെൻ്റെ ലാംഡ വെക്റ്റർ. ഓക്കെ, ഇനി ഞാൻ എന്താക്കണം, മൈനസ് ലാംഡ വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് വിചാരിച്ചോ. ഇതെൻ്റെ വെക്റ്റർ എ, ഞാൻ എന്താക്കണം, ഇതിനെ മൈനസ് ലാംഡ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ മാഗ്നിറ്റ്യൂഡൊക്കെ സെയിം തന്നെയാണ് കിട്ടുന്നത്, പക്ഷേ ഡയറക്ഷൻ എന്തായിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇതിലിപ്പോൾ എനിക്ക് 10 കിട്ടിയതെങ്കിൽ ഇവിടെ എനിക്ക് മാഗ്നിറ്റ്യൂഡ് 10 തന്നെയായിരിക്കും കിട്ടുക. പക്ഷേ ഡയറക്ഷൻ ഇതിൽ ഇങ്ങോട്ടാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. അത്രേ ഡിഫറൻസ് ഉള്ളൂ നെഗറ്റീവ് കൊണ്ടാക്കിയാലും. സോ എന്താണ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ വെക്റ്റർ ബൈ എ റിയൽ നമ്പർ, മനസ്സിലായാലോ? മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ വെക്റ്റർ എ ബൈ എ ലാംഡ, then the new vector is lambda times the magnitude of the given vector. That is, it is become lambda a and the direction is same as the given vector. ഡയറക്ഷൻ എന്തായിരിക്കും, സെയിം ആസ് ദ ഗിവൺ വെക്റ്റർ ആയിരിക്കും. എപ്പം പോസിറ്റീവ് ലാംഡ വെച്ചിട്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ. നെഗറ്റീവ് ലാംഡ വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും, ഡയറക്ഷൻ ഈസ് ഓപ്പോസിറ്റ് ആസ് ദ ഗിവൺ വെക്റ്റർ. ഓക്കെ, ഇനി നമുക്ക് ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? സ്റ്റേറ്റ് ഫോർ ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇഫ് ഇറ്റ് ഈസ് എ സ്കേലാർ ഓർ എ വെക്റ്റർ. സ്കേലാർ ആണോ വെക്റ്റർ ആണോ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ വാട്ട് ഈസ് സ്കേലാർ ആൻഡ് വാട്ട് ഈസ് വെക്റ്റർ? പറഞ്ഞേ, എന്താണ് സ്കേലാർ ക്വാണ്ടിറ്റീസ്, എന്താണ് വെക്റ്റർ ക്വാണ്ടിറ്റീസ്? യെസ്, പറയൂ. യെസ്, നമുക്കറിയാം ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, സ്കേലാർസ് ആൻഡ് വെക്റ്റേഴ്സ്. സ്കേലാർ ക്വാണ്ടിറ്റീസ് എന്ന് വെച്ചാൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ കൂടെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് പറയുന്നുള്ളൂ എങ്കിൽ അവയാണെന്ത്, സ്കേലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാസ്, ടൈം, ഡിസ്റ്റൻസ്, സ്പീഡ് ഇവയൊക്കെ എന്താണ്, സ്കേലാർ ക്വാണ്ടിറ്റീസ് ആണ്. ഇനി എന്താണ്, ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ കൂടെ ബോത്ത് സ്കേലാർസ് ആൻഡ് മാഗ്നിറ്റ്യൂഡ് പറയുന്നുണ്ടെങ്കിൽ അവയാണ് വെക്റ്റേഴ്സ്. ഇപ്പം മാത്രം പോരാ ഒരു വെക്റ്റേഴ്സ് ആവണമെങ്കിൽ, കൂടെ എന്തായിരിക്കണം, യെസ്, വെക്റ്റർ ആൾജിബ്രയും കൂടി ഒബേ ചെയ്യണം. ഓക്കെ, ഇതാണ് വെക്റ്റേഴ്സ്. സോ എന്താണ് വെക്റ്റേഴ്സ്, സ്കേലാർസ് എന്നുള്ളത് ഓർമ്മ കിട്ടി. നോക്കിയോ, എന്തൊക്കെയാണ്, വോളിയം, മാസ്, സ്പീഡ്, ആക്സിലറേഷൻ, ഡെൻസിറ്റി, നമ്പർ ഓഫ് മോൾസ്, വെലോസിറ്റി, ആംഗുലാർ ഫ്രീക്വൻസി, ഡിസ്പ്ലേസ്മെൻറ്റ്, ആംഗുലാർ വെലോസിറ്റി. ഇവ നമ്മൾ സ്കേലാർസും വെക്റ്റേഴ്സുമായിട്ട് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. പറയൂ, ഏതൊക്കെയാണ് വെക്റ്റേഴ്സ്, ഏതൊക്കെയാണ് സ്കേലാർസ്? വോളിയം ഡയറക്ഷൻ ഉണ്ടോ? വോളിയത്തിന് ഉണ്ടോ? വോളിയത്തിന് ഡയറക്ഷൻ ഉണ്ടോ? ഇല്ല, വോളിയത്തിന് ഡയറക്ഷൻ ഇല്ല അല്ലേ. 10 ലിറ്റർ മേലോട്ട് നമ്മൾ പറയില്ല. സോ വോളിയം ഹാസ് നോ ഡയറക്ഷൻ, സോ ഇറ്റ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. എന്താണ് മാസ്? നമ്മൾ ചായപ്പൊടിയുടെ കേസ് പറഞ്ഞു. സോ മാസ് എന്തായാലും എന്താണ്, വെക്റ്റർ ക്വാണ്ടിറ്റി അല്ല. സോ മാസ് എന്താണ്, സ്കേലാർ ക്വാണ്ടിറ്റീസ് ആണ്. സ്പീഡ്, മോഷൻ്റെ സ്ട്രേറ്റ് ലൈനിൽ അറിയാം. സോ അത് എന്താണ്, ഒരു ഡൗട്ടിലാണ് നമുക്ക് എന്ത് പറയാൻ പറ്റും, സ്പീഡ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണെന്ന് പറയാൻ പറ്റും. ആക്സിലറേഷൻ എന്താണ്, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈമാണ്. സോ വെലോസിറ്റി എന്താണ്, ഒരു വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആണ്. സോ അതുകൊണ്ട് തന്നെ ആക്സിലറേഷൻ എന്താണ്, ഒരു വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആണ് ആക്സിലറേഷൻ. ഡെൻസിറ്റി എന്താണ്, ഡെൻസിറ്റി എന്താ അറിയാവോ? ഡെൻസിറ്റി എന്താണ്, യെസ്, മാസ് ബൈ വോളിയം ആണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. മാസ് ബൈ വോളിയം ആണ് ഡെൻസിറ്റി. മാസ് എന്താണ്, ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. വോളിയം എന്താണ്, ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. സോ
എന്തായിരിക്കും? ഡെൻസിറ്റി ഒബ്വിയസ് ആയിട്ടും ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആയിരിക്കും. സോ ഡെൻസിറ്റി. ഓക്കെ, ഡെൻസിറ്റി. നമ്പർ ഓഫ് മോൾസ് അല്ലേ? നമ്പർ ഓഫ് മോൾസ് ആണ്, നമ്പേഴ്സ് ആണ്. സോ എന്താണ്? അതും എന്തായിരിക്കും? ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആയിരിക്കും. നമ്പർ ഓഫ് മോൾസ്. വെലോസിറ്റി നമുക്ക് ഡൗട്ടൊന്നും ഇല്ലാണ്ട് പറയാം. വെലോസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരിക്കുന്നു. ആംഗുലാർ ഫ്രീക്വൻസി. ആംഗുലാർ ഫ്രീക്വൻസി എന്താണ്? അതിന് ഡയറക്ഷൻ ഇല്ല. അതുകൊണ്ട് എന്താണ്? ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒമേഗയാണ്, ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി. ഇതിലെന്താണ്? ഇതില്ല, ഡയറക്ഷൻ ഇല്ല. സോ ആംഗുലാർ ഫ്രീക്വൻസി എന്താണ്? സ്കേലാർ ക്വാണ്ടിറ്റീസ് ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഡൗട്ടൊന്നുമില്ല. ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ആംഗുലാർ വെലോസിറ്റി. ആംഗുലാർ വെലോസിറ്റിക്ക് എന്താണ്? ഡിസ്റ്റൻസ് ഡയറക്ഷൻ ഉണ്ട്. സോ അതെന്താണ്? ആംഗുലാർ വെലോസിറ്റി എന്താണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ആംഗുലാർ വെലോസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, വെലോസിറ്റി എന്താണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി അല്ലേ? വെലോസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. സോ റൊട്ടേഷണൽ മോഷനെല്ലാം വെലോസിറ്റിയാണ് ഇത് ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത്. സോ അതും എന്തായിരിക്കും? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ സ്കേലാസ് എന്താണ്, വെക്റ്റേഴ്സ് എന്താണെന്ന് പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, എന്താണ്? പിക്ക് ഔട്ട് ദ 2 സ്കേലാസ് ക്വാണ്ടിറ്റീസ് ഇൻ ദ ഫോളോയിങ്. 2 സ്കേലാർ ക്വാണ്ടിറ്റീസിൽ നിന്ന് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞത്. ഫോഴ്സ് നോക്കിയേ, ഫോഴ്സ് ഒരു സ്കേലാർ ആണോ? ഒരു മേശയാണിത്, ഒരു മേശയാണ്. ഇതിന് എന്താണ്? ഒരു 5 ന്യൂട്ടൺ കൊടുത്തിട്ട് ഇതിനെ പുഷ് ചെയ്യാണ്. ഇതിനെ പുഷ് ചെയ്യണം. പുഷ് ചെയ്യുമ്പോൾ ഇത് ഇങ്ങോട്ട് നീങ്ങുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ഡയറക്ഷനിലേക്ക് നീങ്ങുന്നുണ്ട്. ഇത് നേരെ മറിച്ച് ഞാൻ എന്താക്കുകയാണ്? ഇതേ മേശ ഞാൻ മുമ്പിൽ വന്നിട്ട് തള്ളുകയാണ്. ഇങ്ങനെ തള്ളുകയാണ്. നേരത്തെ ഇങ്ങനെയായിരുന്നു തള്ളിയത്. ഇപ്പോൾ ഞാൻ എന്താണ്? മുമ്പിൽ വന്നിട്ട് തള്ളുകയാണ്. ഇതിപ്പോൾ ഇങ്ങോട്ടാണോ മൂവ് ചെയ്യുക? അല്ല, പകരം ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുക അല്ലേ? കാരണം ഇത് എന്താണ്? സ്പെസിഫിക് ഡയറക്ഷൻ ഉണ്ട്. ഞാൻ എങ്ങോട്ടാണോ ഫോഴ്സ് കൊടുക്കുന്നത് അതിനനുസരിച്ച് അത് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുക. സോ ഫോഴ്സിന് എന്താണ്? ഡയറക്ഷൻ ഉണ്ട്. സോ ഇതെന്താണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഇതെന്താണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. സോ ഫോഴ്സ് എന്താണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ആംഗുലാർ മൊമെൻറ്റം. ആംഗുലാർ മൊമെൻറ്റം എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. വെലോസിറ്റി വന്നിട്ടുണ്ട്. സോ ഇതെന്താണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. വർക്ക് എന്താണ്? ഫോഴ്സ് എഫ് ഡോട്ട് ഡി ആണ്. വർക്ക് ഇസ് ഈക്വൽ ടു എഫ് ഡോട്ട് ഡി ആണ്. എന്താണ് ഡോട്ട് പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്താണ് ക്രോസ് പ്രോഡക്റ്റ് എന്നൊക്കെ നിങ്ങൾ വരുന്ന വഴിക്ക് പഠിക്കും. സോ എന്താണ്? 2 ആളുകൾക്കിടയിൽ ഡോട്ട് വന്നാൽ അവ എന്തായാലും ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആയിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ തൽക്കാലം എന്താണ്? 2 ആൾക്കാരെ എടുത്തിട്ട് ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന ഡോട്ട് പ്രോഡക്റ്റ് എന്തായിരിക്കും? സ്കേലാർ ക്വാണ്ടിറ്റി ആയിരിക്കും. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? എഫ് ഡോട്ട് ഡി ആണ്. സോ എന്താണ്? ഇതൊരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഇനി നേരെ മറിച്ച് എഫ് ക്രോസ് ഡി ആയിരുന്നു. ഇതെന്തായിരുന്നു? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയി മാറുമായിരുന്നു. ജസ്റ്റ് നിങ്ങൾ ഓവറാക്കി തലപുണ്ണാക്കൊന്നും വേണ്ട. ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. 2 ആളെടുത്ത് അതിന് നമ്മൾ ഡോട്ട് ഇടുകയാണെങ്കിൽ, അതിന് നടുവിൽ നമ്മൾ ഡോട്ട് ഇടുകയാണെങ്കിൽ ഇവ എന്തായിരിക്കും? ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആയിരിക്കും. ഈ ഡോട്ടിന് പകരം ക്രോസ് ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അതെന്തായിരിക്കും? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരിക്കും. കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരിക്കും. നമ്മുടെ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ഡോട്ട് ഡി ആണ്. സോ ഡോട്ട് പ്രോഡക്റ്റ് കിട്ടുന്ന റിസൾട്ട് എന്താണ്? എഫ് ഡോട്ട് ഡി ആണ്. സോ ഡോട്ട് പ്രോഡക്റ്റിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആയിരിക്കും. സോ എൻ്റെ വർക്ക് എന്താണ് വർക്ക്? സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, കറണ്ടിന് നിങ്ങൾക്കറിയാം, കറണ്ടിന് ഡിസ്റ്റൻസ് ഡയറക്ഷൻ ഉണ്ട്. കറണ്ട് എന്താണ്? മുകളിലോട്ടാണ് പോകുന്നത്, താഴോട്ടാണ് പോകുന്നതൊക്കെ നമ്മൾ പറയും. സോ കറണ്ടിന് എന്താണ്? ഒരു ഡയറക്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. സോ നിങ്ങളെല്ലാവരും ചാടിക്കയറി പറയും കറണ്ട് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്ന്. എന്നാൽ കറണ്ട് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി അല്ല. നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് കറണ്ട് എന്താണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി അല്ല. പക്ഷേ കറണ്ടിന് എന്താണ്? ബോത്ത് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. ഓക്കെ, കറണ്ടിന് എന്താണ്? മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. പക്ഷേ കറണ്ട് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി അല്ലാതാനും. വൈ എന്തുകൊണ്ടാണ് കറണ്ട് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി അല്ലാത്തത്? വെക്റ്റർ പോട്ടെ, എന്താണ് വെക്റ്റർ? ആലോചിക്കൂ. യെസ്, വെക്റ്റർ എന്ന് വെച്ചാൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും മാത്രം ഉണ്ടായാൽ പോരാ, പകരം എന്താണ്? വെക്റ്റർ ഓൾജിബ്രയും കൂടി അനുസരിക്കണം അല്ലേ? ലോ ഓഫ് വെക്റ്റർ ഓൾജിബ്രയും കൂടി അനുസരിക്കണം. സോ ദാറ്റ് ഈസ് ദ റീസൺ എന്താണ് വെക്റ്റർ ഒരു വെക്റ്റർ അല്ലാത്തത്, കറണ്ട് ഒരു വെക്റ്റർ അല്ലാത്തത്. ഓക്കെ, കറണ്ട് ഒരു വെക്റ്റർ അല്ലാത്തതിന് കാരണം എന്താണ്?
കറണ്ട് എന്താണ് വെക്റ്റർ ഓൾജിബ്രാസ് ലോ ഓഫ് വെക്റ്റർ ഓൾജിബ്രാസ് അനുസരിക്കുന്നില്ല. ബോത്ത് മാഗ്നിറ്റ്യൂഡ് ഉണ്ട് ഡയറക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് വെക്റ്റർ ഓൾജിബ്ര ഒബേ ചെയ്യുന്നില്ലെങ്കിൽ അതെന്താണ് വെക്റ്റർ ക്വാണ്ടിറ്റി ആവില്ല. സോ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? എൻ്റെ കറണ്ട് എന്താണ്? ഒരു സ്കേലാർ ക്വാണ്ടിറ്റീസ് ആണെന്ന് പറയാൻ പറ്റും. ലീനിയർ മൊമെൻറ്റം പി ഈസ് ഈക്വൽ ടു എം വി എന്താണ്? ആംഗുലാർ മൊമെൻറ്റം ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണെങ്കിലും ലീനിയർ മൊമെൻറ്റം എന്തായിരിക്കും? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? വെക്റ്റർ ക്വാണ്ടിറ്റിയാണ് ലീനിയർ മൊമെൻറ്റ്. ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? ഡയറക്ഷനൊക്കെ ഉണ്ട്. സോ അതെന്താണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. വെലോസിറ്റി ഏവറേജ് ആണെങ്കിലും ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്, എന്ത് വെലോസിറ്റി ആണെങ്കിലും ഒരു വെലോസിറ്റി ആണ്. സോ എന്താണ് യെസ്, ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഇത് മാഗ്നറ്റിക് മൊമെൻറ്റ് വെക്റ്റർ ക്വാണ്ടിറ്റി ഏതാണ്? റിലേറ്റീവ് വെലോസിറ്റി വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. സോ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞ രണ്ടാൾക്കാരാണ് വർക്കും കറണ്ടും. സോ ദിസ് ഈസ് ആൻസർ. വർക്കിനും കറണ്ടിനും എന്താണ്? സ്കേലാർ ക്വാണ്ടിറ്റീസ് ആണ്. ഇതിൽ കറണ്ട് നിങ്ങൾ പ്രത്യേകം ഓർത്ത് വെക്കുക. കറണ്ട് നമ്മൾ ഇടയ്ക്ക് ചതിച്ചു. കാരണം നിങ്ങൾ ബോത്ത് മാഗ്നിറ്റ്യൂഡ് ഉണ്ട് ഡയറക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കറണ്ടിൽ പോയിട്ട് വെക്റ്റർ എഴുതി വെക്കും. ഒരു മാർക്കും കിട്ടില്ല. കാരണം വെക്റ്റർ അല്ല കറണ്ട്, പകരം സ്കേലാറാണ്. കാരണം റീസൺ ചോദിച്ച് നിങ്ങൾ പറയണം. ബോത്ത് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഒക്കെ ഉണ്ടെങ്കിലും അവ എന്താണ്? വെക്റ്റർ ഓൾജിബ്ര അനുസരിക്കുന്നില്ല. സോ ഇവ എന്താണ് കറണ്ട് വെക്റ്റർ ക്വാണ്ടിറ്റി അല്ല, പകരം സ്കേലാർ ക്വാണ്ടിറ്റീസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. പിക്ക് ഔട്ട് ദി ഓൺലി വെക്റ്റർ ക്വാണ്ടിറ്റി ഇൻ ദ ഫോളോയിങ് ലിസ്റ്റ്. ഓൺലി വെക്റ്റർ ക്വാണ്ടിറ്റി മാത്രം തിരഞ്ഞെടുക്കാൻ. ടെമ്പറേച്ചർ എന്താണ്? വെക്റ്റർ ആണോ? അല്ല, സ്കേലാർ ആണ്. ടെമ്പറേച്ചറിൻ്റെ കൂടെ നമ്മൾ ആരും എന്ത് പറയില്ല? ഡയറക്ഷൻ പറയില്ല. പ്രഷർ എന്താണ്? പ്രഷറിന് ഡയറക്ഷൻ ഉണ്ടെന്ന് പറയും നിങ്ങൾ. നോക്കൂ, ഇതെൻ്റെ ഒരു മോളിക്യൂളാണ് വിചാരിച്ചു. ഇത് പറയും എനിക്ക് മുകളിലോട്ട് ഇതിന് അട്രാക്ഷൻ ഉണ്ട്, ഇതിന് ഡയറക്ഷൻ ഉണ്ട്. പക്ഷേ ഇതിന് മുകളിലോട്ട് മാത്രമല്ല ഇങ്ങോട്ടൊക്കെ ഇതിനൊരു ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ പറയും എന്തായാലും ഡയറക്ഷൻ ഉണ്ടല്ലോ, ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, സോ പ്രഷർ എന്തായിരിക്കും? വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരിക്കുന്നു. പക്ഷേ ഇതിനൊരു സ്പെസിഫിക് ഡയറക്ഷൻ ഇല്ലാത്തത് കാരണം എന്താണ്? പ്രഷർ എന്താണ്? വെക്റ്റർ ക്വാണ്ടിറ്റി അല്ല, പകരം സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. എന്തുകൊണ്ടാണ് പ്രഷർ സ്കേലാർ ആയെന്ന് മനസ്സിലായോ? ഇല്ല, എന്നോട് പറഞ്ഞുതരാം. ഞാൻ എൻ്റെ ഒരു മോളിക്യൂൾ എടുത്തു. ഒരു മോളിക്യൂൾ എടുത്തു. ഇതിലെന്താണ്? ഇവിടേക്ക് ഡയറക്ഷൻ ഉണ്ട്, ഇവിടേക്ക് ഡയറക്ഷൻ ഉണ്ട്, ഇവിടേക്കൊക്കെ ഡയറക്ഷൻ ഉണ്ട്. അറ്റ് എ ടൈം തന്നെ ഇവിടേക്കൊക്കെ ഇതിന് ഡയറക്ഷൻ ഉണ്ട്. സോ ഇതിനൊരു സ്പെസിഫിക് ഡയറക്ഷൻ ഇല്ല. ഈ മോളിക്യൂളിനൊരു സ്പെസിഫിക് ഡയറക്ഷൻ ഇല്ലാത്തത് കാരണം ഇതെന്താണ്? പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. എന്തുകൊണ്ടാണ് പ്രഷർ സ്കേലാർ ആയതും? പ്രഷറിനൊരു സ്പെസിഫിക് ഡയറക്ഷൻ ഇല്ല. ഇമ്പൾസ് എന്താണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. എന്താണ് ഇമ്പൾസ് എന്ന് വെച്ചാൽ ഫോഴ്സ് ഇൻറ്റു ടൈമാണ്. യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ്സിൽ ഞാൻ പറഞ്ഞിരുന്നു എന്താണ് ഇമ്പൾസ് എന്ന്. കാരണം നമ്മൾ ആണി അടിക്കുന്ന സമയത്ത് ഷോർട്ട് ടൈമിലേക്ക് ലാർജ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? ഇമ്പൾസ് എന്ന് പറയാം. ഫോഴ്സ് ഇൻറ്റു ടൈം. ഫോഴ്സ് എന്താണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ടൈം ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആയിരിക്കട്ടെ, പക്ഷേങ്കിൽ ഫോഴ്സ് എന്താണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. സോ ഇമ്പൾസ് എന്താണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ടൈം നമുക്കറിയാം എന്താണ്? ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണെന്ന് അറിയാം. സ്കേലാറാണ് ടൈം. പവർ എന്താണ്? പവറും സ്കേലാറാണ്. ടോട്ടൽ പാത്ത് ലെങ്ത് എന്തായിരുന്നു? ടോട്ടൽ പാത്ത് ലെങ്ത് ഡിസ്റ്റൻസ് ആണ്. സോ അതുകൊണ്ട് എന്താണ്? സ്കേലാറാണ്. എനർജി എന്താണ്? വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് എനർജി. സോ അതുകൊണ്ട് വർക്ക് എന്താണ്? ഒരു സ്കേലാറാണ്. അതുകൊണ്ട് ആ കപ്പാസിറ്റി, വർക്ക് ചെയ്യാനുള്ള ആ കപ്പാസിറ്റി എന്തായിരിക്കും? സ്കേലാർ ആയിരിക്കും. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, പക്ഷേ അതിന് ഡയറക്ഷൻ ഇല്ല. സോ ഇതെന്താണ്? സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. അപ്പം നിങ്ങൾ വിചാരിക്കും അവിടെ നേരത്തെ ആ പിക്ചറിൽ ഫ്രിക്ഷൻ ഡയറക്ഷനൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇവിടെ എന്താണ്? കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷനാണ്. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂ ഈസ് ഈക്വൽ ടു ഫ്രിക്ഷൻ ഡിവൈഡഡ് ബൈ നോർമൽ. ഇതാണിത്. പ്രപ്പോർഷണാലിറ്റിയാണിത്. പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണെന്ത്? കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിനെന്താണ്? നമുക്ക് വെക്റ്ററായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇതും എന്താണ്? ഒരു സ്കേലാറാണ്. ചാർജും എന്താണ്? ഒരു സ്കേലാറാണ്. സോ നമുക്കിവിടെ കിട്ടിയ ആൻസർ എന്താണ്? ഇമ്പൾസ് ആണ് നമ്മുടെ ഇവിടുത്തെ വെക്റ്റർ. ഓൺലി വൺ വെക്റ്റർ എന്താണ്? ഇമ്പൾസ്. ഇതാണ് നമ്മുടെ ആൻസർ, ഇമ്പൾസ്.
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. വെക്റ്റർ ക്വാണ്ടിറ്റി ഏതാണെന്നാണ് പറയാം. പറഞ്ഞ വെക്റ്റർ ക്വാണ്ടിറ്റി. ചില ആൾക്കാരെ മുഖമൊക്കെ ചുളുങ്ങുന്നുണ്ടാവും. എന്താണ്? യെസ്, കൺഫ്യൂഷൻസ് ഉണ്ടാവും. മാസ് ഓഫ് റേഡിയം, വെലോസിറ്റി ഓഫ് എയർ, ചാർജ് ഓഫ് പ്രോട്ടോൺ, എനർജി ഓഫ് തെർമൽ ന്യൂട്രേഷൻ. ഇത്ര നേരെ നമ്മൾ മാസ്, വെലോസിറ്റി, ചാർജ് അങ്ങനെയൊക്കെ ആയിരുന്നു പഠിച്ചത്. ഇപ്പം എന്താണ്? ഇവരുടെ കൂടെ വാലായിട്ട് കുറച്ച് ആൾക്കാർ വന്നു അല്ലേ? പേടിക്കണ്ടടാ. ഈ വാലിനൊക്കെ നിങ്ങളൊന്ന് മാറ്റിക്കേ. വാലിനൊക്കെ ഒന്ന് നിങ്ങൾ മാറ്റിക്കേ. എന്ത് കിട്ടും? ഈ വാലിനൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മുറിക്കാൻ പോവാണ്. മാസ്, വെലോസിറ്റി ഓഫ് എയർ, ചാർജ് ഓഫ് പ്രോട്ടോൺ, തെർമൽ. ഇപ്പം നോക്കിയാൽ നമ്മൾ നേരത്തെ കണ്ട ആൾക്കാർ തന്നെ. മാസ്, വെലോസിറ്റി, ചാർജ്, എനർജി അല്ലേ? ഇതിലേതാണ് വെക്റ്റർ? ഇനി നിങ്ങൾ പറഞ്ഞു ഇതിലേതാണ് വെക്റ്റർ? സിമ്പിളായിട്ട് നമുക്ക് പറയാം വെലോസിറ്റിയാണ് വെക്റ്റർ എന്നല്ലേ. ഇവയ്ക്ക് ബാക്കിയൊന്നിനും എന്താണ്? ഡയറക്ഷൻ ഇല്ല. സോ വെലോസിറ്റിയാണ് വെക്റ്റർ എന്ന് പറയാം. സോ നമ്മുടെ ആൻസർ എന്താണ്? വെലോസിറ്റി ഓഫ് എയർ ആണ്. ഓക്കെ. സോ നിങ്ങളിങ്ങനെ വാലായിട്ട് ആൾക്കാർ വന്നാൽ നിങ്ങൾ അതിനെ ഒന്നും കൺസിഡർ ചെയ്യേണ്ട. അതിനൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് മുമ്പിലുള്ള ആരാണുള്ളത്, അവയിൽ ഏതാണ് വെക്റ്റർ അല്ലെങ്കിൽ ഏതാണ് സ്കേലാർ നോക്കിയിട്ട് നിങ്ങൾ എഴുതാം. ഓക്കെ, അതാണെന്ത് നമ്മുടെ സ്കേലാർ ഓർ വെക്റ്റർ. നിങ്ങൾ വാല് കണ്ടിട്ട് ആരും പേടിച്ച് പതറിപ്പോവരുത്. എക്സാമിൻസിന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നെക്സ്റ്റ്, എ ക്വാണ്ടിറ്റി ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഇറ്റ് ഈസ് നെസസറി ടു ബി എ വെക്റ്റർ. പറയൂ, ഒരു ക്വാണ്ടിറ്റിക്ക് ബോത്ത് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് അതൊരു വെക്റ്ററാണ്. നമുക്ക് പറയാം വെക്റ്ററാണ്. പക്ഷേ എങ്കിൽ അത് വെക്റ്റർ ആവണമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ? ബോത്ത് മാഗ്നിറ്റ്യൂഡുണ്ട്, ഡയറക്ഷനുണ്ട്, അതുകൊണ്ട് അതെന്തായാലും വെക്റ്റർ ആയിരിക്കും നമുക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. കാരണം എന്താണ്? നമുക്ക് കറണ്ടിൻ്റെ കേസ് അറിയാം അല്ലേ? കറണ്ടിന് എന്താണ്? ബോത്ത് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, എന്ത് ഡയറക്ഷൻ ഉണ്ട്. പക്ഷേ എങ്കിൽ അതൊരു വെക്റ്റർ ആയിരുന്നോ? അല്ല, അതെന്താണ്? ഒരു സ്കേലാർ ആയിരുന്നു. കാരണം എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? യെസ്, വെക്റ്റർ ഓൾജിബ്ര അനുസരിക്കുന്നില്ല അല്ലേ? ഒബേ ചെയ്യുന്നില്ല. വെക്റ്റർ ഓൾജിബ്രയും കൂടി നോട്ട് ഒബേ വെക്റ്റർ ഓൾജിബ്ര. അതുകൊണ്ട് എന്താണ്? കറണ്ട് ഒരു സ്കേലാർ ക്വാണ്ടിറ്റീസ് ആയി അല്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? വെക്റ്റർ ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഇറ്റ് ഈസ് നെസസറി ടു ബി എ വെക്റ്റർ? നോ അല്ലേ? നോ. എന്തും കൂടി വേണം? ഒബേസ് വെക്റ്റർ ഓൾജിബ്രയും കൂടി എന്താക്കണം? ഒബേ ചെയ്യണം. വെക്റ്റർ ഓൾജിബ്രയും കൂടി ഒബേ ചെയ്താൽ മാത്രമാണ് എന്ത് ഒരു വെക്റ്ററായിട്ട് മാറുള്ളൂ. അല്ലാതെ അതിന് മാഗ്നിറ്റ്യൂഡുണ്ട്, ഡയറക്ഷൻ. അതുകൊണ്ട് എന്തായാലും ആ ക്വാണ്ടിറ്റി വെക്റ്റർ ആണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. അത് ഒബേസ് വെക്റ്റർ ഓൾജിബ്രയും കൂടി അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഒരു വെക്റ്റർ ആണെന്ന് നമുക്ക് പറയാം. ഇനി 2 vectors are said to be equal only if they have same dash. എന്താണ്? 2 വെക്റ്റേഴ്സ് സെയിം ആണെന്ന് പറയണമെങ്കിൽ അല്ലെങ്കിൽ ഈക്വൽ ആണെന്ന് പറയണമെങ്കിൽ ഉണ്ടാകുന്ന ക്രൈറ്റീരിയ എന്തായിരുന്നു? ഓൺലി ഇഫ് ദേ ഹാവ് സെയിം, യെസ്, മാഗ്നിറ്റ്യൂഡ് ആൻഡ് സെയിം ഡയറക്ഷൻ അല്ലേ? രണ്ടും സെയിം ആയിരിക്കണം. മാഗ്നിറ്റ്യൂഡും സെയിം ആയിരിക്കണം, ഡയറക്ഷനും സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് എന്ത് പറയാൻ പറ്റും? 2 vectors are said to be equal. ഓക്കെ. അടുത്തതാണ് അഡിഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻസ് ഓഫ് വെക്റ്റേഴ്സ്. നോക്കും, അഡിഷൻ ഓഫ് വെക്റ്റേഴ്സ്. 2 വെക്റ്റേഴ്സിന് ഞാൻ ആഡ് ചെയ്യാണ്. വെൻ 2 vectors ആർ ഇൻ സെയിം ഡയറക്ഷൻ ഉള്ളപ്പോൾ ഞാൻ ആഡ് ചെയ്യാണ്. നോക്കൂ, ഇതെൻ്റെ ഒരു 5 ന്യൂട്ടൺ, ഇതൊരു 3 ന്യൂട്ടൺ. എന്താണ്? സെയിം ഡയറക്ഷനിലൊക്കെയാണുള്ളത്. ഇതിന് ഞാൻ ആഡ് ചെയ്യാണ്. എങ്ങനെയാണ് ആഡ് ചെയ്യാൻ? നോക്കൂ, ഇഫ് 2 vectors ആർ ഇൻ സെയിം ഡയറക്ഷൻ, യെസ്, 2 vectors നമ്മളിപ്പോൾ വരച്ച 2 vectors എന്താണ്? സെയിം ഡയറക്ഷനിലാണ്. ദർ റിസൾട്ടൻറ്റ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ദർ മാഗ്നിറ്റ്യൂഡ്സ്. ഇവയുടെ റിസൾട്ട് എന്താണെന്നാണ് പറഞ്ഞത്? സം ഓഫ് ദർ മാഗ്നിറ്റ്യൂഡ് 5 + 3 ആയിരിക്കും എന്നാണ് പറഞ്ഞത്, 8 ന്യൂട്ടൺ. സോ എന്താണ്? 2 വെക്റ്റേഴ്സ് സെയിം ഡയറക്ഷനിലുള്ള 2 വെക്റ്റേഴ്സ് നമ്മൾ ആഡ് ചെയ്യുകയാണെന്ന് വിചാരിച്ചത്. എങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യുക? ജസ്റ്റ് അവയുടെ മാഗ്നിറ്റ്യൂഡ്സ് തമ്മിൽ ആഡ് ചെയ്തിട്ട് അങ്ങോട്ട് എഴുതുക. ഇപ്പോൾ 5 ന്യൂട്ടനും 3 ന്യൂട്ടനും എടുത്തും ഇവ രണ്ടും ഞാൻ ആഡ് ചെയ്തിട്ട് എന്താണ്? 8 ന്യൂട്ടൺ. അപ്പം എനിക്കെന്ത് കിട്ടി? 8 ന്യൂട്ടൺ കിട്ടി. സോ ദ ഡയറക്ഷൻ ഓഫ് റിസൾട്ടൻറ്റ് ബീൻ അറ്റ് ദ സെയിം ആസ് ദ ഒറിജിനൽ വെക്റ്റർ. നമ്മുടെ തന്നിരിക്കുന്ന രണ്ടും ഏത് ഡയറക്ഷനിലേക്കാണുള്ളത് ആ ഡയറക്ഷനിലേക്ക് തന്നെയായിരിക്കും നമുക്ക് പുതിയതായിട്ട് കിട്ടുന്ന വെക്റ്റർ ഉണ്ടാവുക. വേറെ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ കൂടി നോക്കാം നമുക്ക്. 2 സെൻറ്റിമീറ്റർ, ഒരു 3 സെൻറ്റിമീറ്റർ. 2 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്റർ എടുത്തും ഇവിടെ റിസൾട്ടൻറ്റ് വെക്റ്റർ എന്തായിരിക്കും? യെസ്, 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. കാരണം 2 + 3 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. കാരണം ഞാൻ എന്താണ് ആഡ് ചെയ്തത്? കാരണം എന്താണ്? യെസ്, രണ്ടും സെയിം ഡയറക്ഷനിലേക്കാണ്. സോ ഞാൻ എന്തിനാണ് രണ്ടും മാഗ്നിറ്റ്യൂഡ് തമ്മിൽ ആഡ് എഴുതി.
എങ്ങോട്ടായിരിക്കും ഇതിൻ്റെ ഡയറക്ഷൻ ഉണ്ടാവുക? പറഞ്ഞേ, എങ്ങോട്ടായിരിക്കും? ഇവിടേക്കാണോ? അല്ല അല്ലേ? അല്ല. കാരണം എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് സെയിം ഡയറക്ഷനിലേക്കുള്ള വെക്റ്റേഴ്സിന് ആഡ് ചെയ്തിട്ട് എങ്ങോട്ടായിരിക്കും? സെയിം ഡയറക്ഷനിലേക്ക് തന്നെ ആയിരിക്കും അല്ലേ? ആ വെക്റ്റേഴ്സ്, ഈ രണ്ട് വെക്റ്റേഴ്സ് ഏത് ഡയറക്ഷനിലേക്കാണുള്ളത് ആ സെയിം ഡയറക്ഷനിലേക്ക് തന്നെ ആയിരിക്കും എന്ത് നമുക്ക് റിസൾട്ടൻ്റായിട്ട് കിട്ടുന്ന വെക്റ്റർ ഉണ്ടാവുക. സോ മനസ്സിലായോ എങ്ങനെയാണ് ടു വെക്റ്റേഴ്സ് ആർ ഇൻ സെയിം ഡയറക്ഷനിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഉള്ളത്? ഓക്കെ, ഇനി എന്താണ് നെക്സ്റ്റ്? വെൻ ടു വെക്റ്റേഴ്സ് ആർ ആക്ടിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. രണ്ട് വെക്റ്റേഴ്സ് എന്താണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. നോക്കൂ, സോറി, ഇതെൻ്റെ 5 ന്യൂട്ടൺ, ഇതെൻ്റെ 2 ന്യൂട്ടൺ. ഓക്കെ, ഇത് രണ്ടെന്താണ് ഇപ്പം സെയിം ഡയറക്ഷനിലേക്കല്ല, പകരം ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. ഇങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ആഡ് ചെയ്യുക? നോക്കും, ഇഫ് ടു വെക്റ്റേഴ്സ് ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ the resultant is equal to the difference of their magnitudes. എന്താണ് ഡിഫറൻസ്? ഇവിടെ റിസൾട്ട് എന്തായിരിക്കും? ഡിഫറൻസ് ആയിരിക്കും. 5 - 2 ആയിരിക്കും. എന്തായിരിക്കും? 3 ന്യൂട്ടൺ ആയിരിക്കും എന്ത് ഇവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി എങ്ങോട്ടാണ് ഡയറക്ഷൻ? എങ്ങോട്ടാണ് ഡയറക്ഷൻ ഉണ്ടാവാൻ നോക്കിയേ. ദ ഡയറക്ഷൻ ഓഫ് റിസൾട്ടന്റ് ബീൻ അറ്റ് ദ സെയിം ആസ് ദാറ്റ് ഓഫ് ലാർജർ വെക്റ്റർ. അതിൻ്റെ ലാർജർ വെക്റ്റർ എങ്ങോട്ടാണോ അങ്ങോട്ടാണെന്ത് ഇതിൻ്റെ ഡയറക്ഷൻ ഉണ്ടാവുക. ഓക്കെ, ഇവിടെ ഏതാണ് ലാർജർ വെക്റ്റർ? 5 ന്യൂട്ടൺ അല്ലേ ലാർജർ? സോ ഈ 5 ന്യൂട്ടൻ്റെ ഭാഗത്തേക്ക്. ഓക്കെ, ഒന്നുകൂടി വേണേൽ ചെയ്യാം. ഇതിപ്പം എൻ്റെ ഒരു 10 ന്യൂട്ടൺ ആണ്, ഇതെൻ്റെ 5 ന്യൂട്ടൺ ആണ്. അപ്പം ഇതിൻ്റെ റിസൾട്ടൻ്റ് എങ്ങോട്ടായിരിക്കും ഉണ്ടാവുക? യെസ്, റിസൾട്ടൻ്റ് 10 - 5 ആയിരിക്കും. സോ 5 ന്യൂട്ടൺ തന്നെയായിരിക്കും ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവുക. ഡയറക്ഷനോ? ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? യെസ്, ഇതിൽ ഏതാണോ ഏറ്റവും വലിയ വെക്റ്റർ ആ വെക്റ്ററിൻ്റെ സെയിം ഡയറക്ഷനിലേക്ക്. സോ ഇങ്ങോട്ടാണ് എൻ്റെ വെക്റ്റർ, വലിയ വെക്റ്റർ ഉള്ളത്. സോ എൻ്റെ റിസൾട്ടൻ്റെ വെക്റ്റർ എന്തായിരിക്കും? അതിൻ്റെ അതേ സെയിം ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ്. ഇനി വെൻ ടു വെക്റ്റേഴ്സ് ആർ ഇൻക്ലൈൻഡ് ടു ഈച്ച് അതർ. രണ്ട് വെക്റ്റേഴ്സ് ഇൻക്ലൈൻഡ് ചെയ്യാണ്, ഇങ്ങനെയായി വന്നു. രണ്ട് വെക്റ്റേഴ്സ് ഇൻക്ലൈൻ ചെയ്ത് വന്നു. ആ സമയത്ത് നമ്മളിപ്പോൾ പറഞ്ഞ രണ്ട് മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. സബ്സ്ട്രാക്ഷനോ എഡിഷനോ നമുക്കൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുകയാണെന്ത്? ഇഫ് ടു വെക്റ്റേഴ്സ് ആർ ഇൻക്ലൈൻഡ് ടു ഈച്ച് അതർ ദെൻ ദ റിസൾട്ടന്റ് ക്യാൻ ബി ഫൗണ്ട് ബൈ ട്രയാങ്കിൾ ആൻഡ് പാരലൽ ലോ ഓഫ് വെക്റ്റർ അഡിഷൻ. ഓക്കെ, ട്രയാങ്കിൾ ആൻഡ് പാരലൽ ലോ ഓഫ് വെക്റ്റർ അഡിഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ പഠിക്കുന്നുണ്ട്. സോ നമ്മളത് അടുത്ത ക്ലാസ്സിലാണ് എടുക്കുക. കാരണം എല്ലാം കൂടി പറഞ്ഞാൽ കൺഫ്യൂഷൻ ആയിരിക്കും. സോ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇൻക്ലൈൻഡ് ആയിട്ട് എന്താണ് വെക്റ്റേഴ്സ് ഇൻക്ലൈൻഡ് ആയിട്ട് വന്നാലും അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ട്രയാങ്കിൾ ഓഫ് വെക്റ്റർ അഡിഷനും പാരലലോഗ്രാം വെക്റ്റർ അഡിഷനും. ഓക്കെ, എന്താണ് ട്രയാങ്കിൾ ലോ ഓഫ് വെക്റ്റർ അഡിഷനും പാരലലോഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡിഷനും. ഓക്കെ, ഇനി സബ്സ്ട്രാക്ഷൻ ഓഫ് വെക്റ്റർ അഡിഷൻ. ഇതും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്താണ് വൈൻഡപ്പ് ചെയ്യാണ്. സോ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പാരലലോഗ്രാമും ട്രയാങ്കിൾ ലോവും പഠിക്കുന്നതായിരിക്കും. നോക്കൂ, സബ്സ്ട്രാക്ഷൻ ഓഫ് വെക്റ്റേഴ്സ് എന്താണ്? വെക്റ്റർ സബ്സ്ട്രാക്ഷൻ ഈസ് നത്തിങ് ബട്ട് ദി എഡിഷൻ ഓഫ് എ റിവേഴ്സ് വെക്റ്റർ. എന്താണ്? ആക്ച്വലി നമുക്ക് സബ്സ്ട്രാക്ഷൻ A - B എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം ഇല്ല. ഓക്കെ, നമ്മുടെ വെക്റ്റർ അഡിഷനിൽ വെക്റ്റർ സബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ട് A - B എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇല്ല. എങ്ങനെയാണ് സബ്സ്ട്രാക്ട് ചെയ്യുക? വെക്റ്റർ സബ്സ്ട്രാക്ഷൻ ഈസ് നത്തിങ് ബട്ട് ദി എഡിഷൻ ഓഫ് വെക്റ്റർ റിവേഴ്സ് വെക്റ്റർ ആണ്. എന്താണ്? റിവേഴ്സ് വെക്റ്ററിൻ്റെ എഡിഷൻ ആണത് സബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം എൻ്റെ കയ്യിൽ എന്താണ് വെക്റ്റർ A ഉണ്ട്, ഇതിൻ്റെ മറ്റൊരു വെക്റ്ററാണ് -B. അപ്പോൾ ഇവ തമ്മിൽ ആഡ് ചെയ്യുകയാണെന്ത് നമ്മുടെ സബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് വെക്റ്റർ A - B എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ നമുക്കില്ല. പകരം എന്താണ് ഇതിൻ്റെ റിവേഴ്സ് എടുത്തിട്ട് അതിനെ നമ്മൾ ആഡ് ചെയ്യും. സോ A + -B. ഓക്കെ, to subtract one vector from another, the direction of the vector to be subtracted is reversed, and then the non-reversed vector and the reversed vector are added by usual vectors addition method. നമ്മൾ എന്താണ് A - B എന്ന് പറഞ്ഞ ഒരു ഓപ്പറേഷൻ ഇല്ല. സോ നമുക്ക് എന്താണ് രണ്ട് വെക്റ്റേഴ്സ് സബ്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു വെക്റ്റർ എടുക്കും, അതിൻ്റെ നെഗറ്റീവ് വെച്ചിട്ട് ആഡ് ചെയ്യും. സോ വെക്റ്റർ A വെക്റ്റർ -B എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് വെക്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ഇവയുടെ സബ്സ്ട്രാക്ഷൻ നമ്മൾ എങ്ങനെയാണ് ചെയ്യാം? A +
വെക്റ്റർ മൈനസ് ബി ആയിരിക്കും. എന്നിട്ട് സാധാരണ നമ്മൾ അങ്ങനെയാണോ ആഡ് ചെയ്യുന്നത് അതേപോലെ നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, സോ എന്താണ് എൻ്റെ വെക്റ്റർ എ, ഇതെൻ്റെ വെക്റ്റർ ബി ആണെന്ന് വിചാരിച്ചോ. സോ ഇതിന് എനിക്ക് സബ്സ്ട്രാക്ട് ചെയ്യണം. ഞാൻ എങ്ങനെയാണ് സബ്സ്ട്രാക്ട് ചെയ്യാം? യെസ്, ഈ ബിക്ക് ഞാൻ നെഗറ്റീവ് കൊടുക്കും. സോ എന്താ, ഇത് ഓപ്പോസിറ്റായി മാറി. അപ്പോൾ നമുക്കറിയാം എന്ത്, ഓപ്പോസിറ്റ് വെക്റ്റേഴ്സ് ആണെങ്കിൽ നമ്മൾ എന്താക്കണം, അവിടെ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യണം മാഗ്നിറ്റ്യൂഡ്സ് തമ്മിൽ. സോ എ പ്ലസ് മൈനസ് ബി. ഓക്കെ, അവിടെ പ്ലേസ് ഉണ്ടാവും അല്ലേ. അതായത് ഇതെന്താണ്, ഇപ്പം എൻ്റെ 5 ന്യൂട്ടൺ എന്താക്കി -2 ന്യൂട്ടൺ എനിക്ക് സബ്സ്ട്രാക്ട് ചെയ്യണം. എനിക്കറിയാം 5 - 2 അല്ലെങ്കിൽ എ മൈനസ് ബി എന്ന് പറഞ്ഞിട്ടൊരു സബ്സ്ട്രാക്ഷൻ ഇല്ല. സോ ഞാൻ എന്താക്കാണ്, ഇതിനാ 5 പ്ലസ് -2 എന്ന് എഴുതുകയാണ്. എന്നിട്ട് നമ്മൾ സാധാരണ എങ്ങനെയാണോ ആഡ് ചെയ്തത് അതേപോലെ ആഡ് ചെയ്യാം. 2 വ്യത്യസ്ത ചിഹ്നങ്ങൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ, കാരണം ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണ് അല്ലേ, 2 ഡിഫറെൻറ്റ് സൈൻസ് നമ്മൾ ആഡ് ചെയ്ത സമയത്ത് എന്താക്കണം, വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുകയാണ് വേണ്ടത്. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, ദാറ്റ് ഈസ് 5 - 2 = എത്രയാണ് 3. സോ എൻ്റെ റിസൾട്ടൻ്റെ വെക്റ്റർ എന്തായിരിക്കും 3 ആയിരിക്കും, ദ ഡയറക്ഷൻ ഓഫ് 5ൻ്റെ. കാരണം 5 ആണ് ഇവിടെ വലുത്. സോ ആ 5ൻ്റെ ഡയറക്ഷനിലേക്കായിരിക്കും ഉണ്ടാവുക. മനസ്സിലായോ പറഞ്ഞത് എന്താണ് സബ്സ്ട്രാക്ഷൻ? ഇത് കുറച്ച് എന്താണ് ഒരു ഡിഫിക്കൽട്ടി ഉണ്ടാവും. കാരണം എന്താണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത്? ഞാൻ പറഞ്ഞു എന്ത് യെസ്, എ മൈനസ് ബി എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്പറേഷൻ നമുക്കില്ല. ഓക്കെ, വെക്റ്ററിൽ ഇങ്ങനെ എ മൈനസ് ബി എന്നുള്ള ഓപ്പറേഷൻ ഇല്ല. പകരം എന്താ ചെയ്യുന്നത്, യെസ്, എ പ്ലസ് ഈ ബിയുടെ നെഗറ്റീവ് എടുക്കുകയാണ്, ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആളെടുക്കുകയാണ്. സോ മൈനസ് ബി. അപ്പം ആ എയും ആ മൈനസ് ബിയും തമ്മിൽ ആഡ് ചെയ്യുകയാണ്. ഇതാണെന്ത് നമ്മുടെ വെക്റ്റർ സബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്, സബ്സ്ട്രാക്ഷൻ ഓഫ് വെക്റ്റേഴ്സ്. ഇപ്പോൾ എന്താണ്, എൻ്റെ കയ്യിലൊരു 5 ഉണ്ട്, ഒരു 3 ഉണ്ട്. ഇവ എനിക്ക് സബ്സ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, എങ്ങനെ ഞാൻ ചെയ്യും? എനിക്കിങ്ങനെ 5 - 3 എന്ന് ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല. പകരം ഞാൻ ചെയ്യുന്നത് എന്താണ്, യെസ് 5 എടുത്തും ഈ മൈനസ് എന്താണ് ഞാൻ ഓപ്പോസിറ്റ് ആക്കി അല്ലേ, നെഗറ്റീവ് ആക്കി. സോ നെഗറ്റീവ് ആക്കുമ്പോൾ 3 എന്താവും, ഓപ്പോസിറ്റ് ആയിട്ട് മാറും. സോ -3 ആയിട്ട് മാറും. സോ എനിക്ക് എന്ത് കിട്ടും, 5 പ്ലസ് -3. 5 പ്ലസ് -3 എന്ന് പറയുന്നത് എത്രയാണ്, 2 ആണ്. സോ എൻ്റെ റിസൾട്ടൻ്റെ വെക്റ്റർ എന്തായി, 2 എന്ന് കിട്ടി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എടുക്കാൻ വിചാരിക്കുന്നത്. സോ ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് വേഗം പോവാം. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് മോഷനെ പ്ലെയിൻ ആയിരുന്നു, പ്ലെയിനിൽ കൂടെയുള്ള മോഷൻ. സോ സ്കേലാർസ് ആൻഡ് വെക്റ്റേഴ്സ് നമ്മൾ ആദ്യം പഠിച്ചു. എന്താണ് സ്കേലാർസ് ആൻഡ് വെക്റ്റേഴ്സ്? യെസ്, മാഗ്നിറ്റ്യൂഡ് മാത്രമാണുള്ളതെങ്കിൽ അതാണ് സ്കേലാർസ്. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കൂടാതെ വെക്റ്റർ ഓൾജിബ്രയും കൂടി എന്താണ് ഒബേ ചെയ്യുകയാണെങ്കിൽ അതാണെന്ത് വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ റെപ്രസെൻറ്റേഷൻ ഓഫ് വെക്റ്റർ ആണ്, നമ്മളൊരു ആരോ ആണ് റെപ്രസെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുക ആ വെക്റ്ററിന്. അതിന് മാഗ്നിറ്റ്യൂഡ് ആക്കണമെങ്കിൽ വെക്റ്റർ എയുടെ കൂടെ എന്താക്കണം, 2 സൈഡിൽ 2 ആളെ പോലെ എന്താക്കി 2 വര ഇട്ട് കൊടുക്കുക. അതെന്തായി മോഡ്ലെസ് ആയിട്ട് മാറി. മോഡ്ലെസ് ഓഫ് എ ഇവിടെ പോയി ഓക്കെ, മോഡ്ലെസ് ഓഫ് എ. ഓക്കെ, ഇതാണെന്ത് മാഗ്നിറ്റ്യൂഡ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ പഠിച്ചു. മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, AX i+ AY j+ AZ k+ എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ് ആൾക്കാരുണ്ടെങ്കിലും ഇവയുടെ മാഗ്നിറ്റ്യൂഡ് വെക്റ്റർ എയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് AX² + AY² + AZ² ആയിരിക്കും. ഇത് ടൈപ്സ് ഓഫ് വെക്റ്റേഴ്സ് ആണ് പറയുന്നത്. ഇതൊക്കെയാണ് ഈക്വൽ വെക്റ്റേഴ്സ്, നെഗറ്റീവ് വെക്റ്റേഴ്സ്, ആൻറ്റി പാരലൽ, കോലീനിയർ, കോഇനീഷ്യൽ, കോപ്ലാനർ ഒക്കെ പറഞ്ഞു. ഈക്വൽ വെക്റ്റേഴ്സ് എന്ന് വെച്ചാൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഈക്വൽ ആയിരിക്കണം. നെഗറ്റീവ് വെക്റ്റേഴ്സ് എന്ന് വെച്ചാൽ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയിരിക്കണം, ഡയറക്ഷൻ എന്തായിരിക്കണം, ഓപ്പോസിറ്റ് ആയിരിക്കണം. പിന്നെ എന്താണ് സീറോ വെക്റ്റർ ഓർ നൾ വെക്റ്റർ എന്ന് വെച്ചാൽ എന്തായിരിക്കും, 0 മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും, നോ ഡയറക്ഷനും. ഓക്കെ, 0 മാഗ്നിറ്റ്യൂഡും നോ ഡയറക്ഷൻ ആയിരിക്കും. അതിന് എക്സാമ്പിൾ പറഞ്ഞത് എന്താണ്, റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിയുടെ ഡിസ്പ്ലേസ്മെൻറ്റ്, അതേപോലെ തന്നെ സ്റ്റേഷനറി ബോഡിയുടെ വെലോസിറ്റിയും യൂണിഫോം വെലോസിറ്റിയിൽ പോകുന്ന ഒരു വസ്തുവിൻ്റെ ആക്സിലറേഷൻ, ഇവയൊക്കെ എന്താണ് 0 വെക്റ്ററിൻ്റെ എക്സാമ്പിളാണ്. യൂണിറ്റ് വെക്റ്റർ എന്തായിരിക്കും, മാഗ്നിറ്റ്യൂഡ് 1 ആയിട്ടുള്ള വെക്റ്ററാണ് യൂണിറ്റ് വെക്റ്റർ. A+ വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. A+, ഈ A+ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ഡിനോട്ട് ചെയ്യുക, യൂണിറ്റ് വെക്റ്റർ ഡിനോട്ട് ചെയ്യുക. ഇനി യൂണിറ്റ് വെക്റ്റർ ഇസ് ഈക്വൽ ടു വെക്റ്റർ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ. ഓക്കെ, ഡയറക്ഷൻ എന്തായിരിക്കും, സെയിം ആസ് ദ ഡയറക്ഷൻ ഓഫ് വെക്റ്റർ. അതിന് നമ്മൾ കുറച്ച് എക്സാമ്പിൾ കണ്ടു. ഈക്വൽ വെക്റ്റേഴ്സിന് എങ്ങനെയാണ് ആ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വെക്റ്റർ അല്ലേ എ ഒക്കെ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു. 2 വർക്ക് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു, എന്ത് ചെയ്യുക നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി
അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് പഠിച്ചു. ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഓർത്തോഗണൽ ആക്സിസ് ആയിട്ടുള്ള എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ജെ ആക്സിസ് ഇവയ്ക്ക് എലോങ് ആയിട്ടുള്ള യൂണിറ്റ് വെക്ടേഴ്സ് ആണെന്ത് ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് പറയുക. അവയെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ് വെച്ചിട്ടാണ്. ഇനി കോ ഇനീഷ്യൽ വെക്ടേഴ്സ് വെച്ചാൽ എന്താണ്? രണ്ട് വെക്ടേഴ്സിൽ സെയിം ഇനീഷ്യൽ പോയിൻ്റ് ആയിരിക്കും. രണ്ട് വെക്ടേഴ്സ് തുടങ്ങുന്നത് സെയിം പോയിന്റിൽ നിന്നായിരിക്കും. അതാണ് കോ ഇനീഷ്യൽ വെക്ടേഴ്സ്. കോ പ്ലാനാർ വെക്ടേഴ്സ് എന്ന് വെച്ചാൽ വെക്ടേഴ്സ് എന്തായിരിക്കും? സെയിം പ്ലെയിനിലാണെങ്കിൽ അവയാണെന്ത് കോ പ്ലാനാർ വെക്ടേഴ്സ്. ആൻറ്റി പാരലൽ വെക്ടേഴ്സ് എന്തായിരിക്കും? മാഗ്നിറ്റ്യൂഡ് സെയിം ആവാം, സെയിം ആവാതിരിക്കാം, പക്ഷേ അവരുടെ ഡയറക്ഷൻ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. ഇനി കൊലീനിയർ വെക്ടേഴ്സ് എന്തായിരിക്കും? പാരലൽ ആയിരിക്കും, ഡയറക്ഷൻ എന്താണ്? ഒരേ ഡയറക്ഷൻ ആയിരിക്കും, പക്ഷേ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? ഈക്വൽ ആവണമെന്നില്ല, ഈക്വൽ ആവാതെ ഇരിക്കാം. അത് കഴിഞ്ഞിട്ട് പൊസിഷൻ വെക്ടർ ആയിരുന്നു പറഞ്ഞത്. പൊസിഷൻ വെക്ടർ ഒരു പോയിന്റിൻ്റെ പൊസിഷൻ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊസിഷൻ വെക്ടർ യൂസ് ചെയ്യുന്നത്. എന്താണ് പൊസിഷൻ വെക്ടർ? അതിൻ്റെ കോർഡിനേറ്റിലെ ഒറിജിനിൽ നിന്നും പോയിന്റിലേക്ക് വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ്, അതാണ് പൊസിഷൻ വെക്ടർ. അത് കഴിഞ്ഞിട്ട് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ വെക്ടർ ബൈ എ റിയൽ നമ്പേഴ്സ് പറഞ്ഞു. എന്താണ്? ഞാൻ എൻ്റെ അടുത്തൊരു വെക്ടർ എ ഉണ്ട്, അതിന് ഞാൻ എന്താണ് ലാംഡ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന പുതിയ വെക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ വെക്ടർ എയുടെ ലാംഡ മടങ്ങായിരിക്കും. ഓക്കെ, സോ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, വെക്ടർ ബിയുടെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? ലാംഡ ഇൻറ്റു വെക്ടർ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ. ഓക്കെ, ഇനി നെഗറ്റീവ് വെക്ടർ വെച്ചിട്ടാണ് ഞാൻ എനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ എനിക്ക് കിട്ടുന്ന വെക്ടർ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്തു. പിന്നെ പറഞ്ഞത് അഡിഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ ഓഫ് വെക്ടേഴ്സാണ്. എഡിഷനാണ് മെയിനായിട്ട്. എഡിഷൻ മാത്രമേ ഉള്ളൂ, സബ്സ്ട്രാക്ഷൻ ഇല്ല. അതൊരു നെഗറ്റീവിൻ്റെ എഡിഷൻ ആണല്ലോ. സോ എഡിഷൻ മാത്രം നിങ്ങൾ പഠിക്കുക. എന്താണ്? രണ്ട് വെക്ടേഴ്സും സെയിം ഡയറക്ഷനിലാണെങ്കിൽ അവ നമ്മൾ സാധാ ആഡ് ചെയ്യുന്ന പോലെ മാഗ്നിറ്റ്യൂഡുകൾ തമ്മിൽ ആഡ് ചെയ്യുക. ഡയറക്ഷൻ എന്തായിരിക്കും? ആ രണ്ട് വെക്ടേഴ്സിൻ്റെ സെയിം ഡയറക്ഷനിലായിരിക്കും. ഇനി നേരെ മറിച്ച് രണ്ട് വെക്ടേഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ എന്തായിരിക്കും? വെക്ടേഴ്സിനെ നെഗറ്റീവ് ചെയ്യാണ് ചെയ്യേണ്ടത്, മൈനസ് ചെയ്യാണ് ചെയ്യേണ്ടത്. 5 - 2. ഇപ്പോൾ രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ 5 - 2 ചെയ്യാം. എങ്ങോട്ടായിരിക്കും ഡയറക്ഷൻ? ഏറ്റവും വലിയ വെക്ടർ ഏതാണോ അതിൻ്റെ അതേ ഡയറക്ഷനിലേക്കായിരിക്കും ഉണ്ടാവുക. ഇനി സബ്സ്ട്രാക്ഷൻ പറഞ്ഞു. എന്താണ്? A - B എന്ന് പറഞ്ഞിട്ടുള്ള നേരിട്ടുള്ള സബ്സ്ട്രാക്ഷൻ ഇല്ല, പകരം നമ്മൾ എന്താക്കണം? അതിൻ്റെ റിവേഴ്സ് എടുത്തിട്ട് അതിനെ ആഡ് ചെയ്യാണ് വേണ്ടത്. ഇപ്പം A - B ആണുള്ളതെങ്കിലും ആ ബിയുടെ റിവേഴ്സ് എടുക്കുന്നത് -B ആയിട്ട് മാറും. സോ A + -B. ഓക്കെ, അതാണ് എന്താ സബ്സ്ട്രാക്ഷൻ ഓഫ് വെക്ടേഴ്സ് നമ്മൾ പറഞ്ഞു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. നാളെ നമ്മൾ പഠിക്കുന്നത് എന്താണ്? ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡിഷൻസ്, പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻസ്, ഇതൊക്കെ ആയിരിക്കും നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുക. സോ ബൈ.